2020 വന്ന ഒരു ആൽബം ഉണ്ട്. അയാൾ തന്നെ രചിച്ച, അയാൾ തന്നെ പാടുന്നത്. വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എന്നാണ് അതിന്റെ പേര് പോലും. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണത്. അത് ശരിക്കും വേടൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അത് പലർക്കും അലോസരം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടപടിക്രമങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തിയാകുന്നു. പലരുടെയും ആനക്കൊമ്പും പലരുടെയും പുലിനഖവും പുലിപ്പല്ലുമൊക്കെ ഇതിന്റെ മുന്നേയും വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വീട്ടിലേക്ക് ഒരു FIR ഇടാൻ പോലും ഒരു പോലീസുകാരനും പോയിട്ടില്ലെങ്കിൽ വേടന്റെ കഴുത്ത് തൂങ്ങിക്കിടക്കുന്ന വെള്ള സാധനം പുലിപ്പല്ലാണെന്ന് പറയുകയും തീരുമാനിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. വിവിധ വകുപ്പുകൾ വളരെ പെട്ടെന്ന് ജാഗരൂകരാകുന്നു. ഇത് സ്വാഭാവികമായി വിമർശിക്കപ്പെടേണ്ടതാണ്. ഇതെല്ലാം ജാതീയതയുടെ പേരിലാകുമ്പോൾ, വർണ്ണ വ്യത്യാസത്തിന്റെ പേരിലാകുമ്പോൾ ശരിക്കും വിമർശിക്കപ്പെടേണ്ടതുമാണ്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. എല്ലാവർക്കും നിലനിൽക്കാനുള്ള അധികാരമുണ്ട്. നമ്മുടെ ഭരണത്തെയും ഭരണകൂടത്തെയും നമ്മുടെ ഭരണ സംവിധാനങ്ങളെയും എല്ലാവരും ന്യായീകരിച്ചുകൊണ്ടിരിക്കണം എന്ന് ഇന്ത്യയിൽ നിയമമില്ല. അത് ഏത് ഭരണമാണെങ്കിലും. ഞാനൊരു പ്രത്യേക പാർട്ടിയെ ഉന്നം വെച്ചല്ല പറയുന്നത്. ഇന്ത്യയിലുള്ള പ്രമുഖ പാർട്ടികളുണ്ട്, മാറി മാറി ഭരിച്ചു സങ്കല്പിക്കുക. അവരുടെ എല്ലാ തോന്നിവാസങ്ങളെയും ന്യായീകരിച്ചുകൊണ്ടിരിക്കണം ഇന്ത്യയിലെ ഓരോ മനുഷ്യനും എന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അത് പണ്ടത്തെ നാട്ടുരാജ്യത്തിന്റെ നിയമമാണ്. പണ്ടത്തെ നാട്ടുരാജ്യത്തിന്റെ